അവസാന ഘട്ടമുണ്ടായി പ്രക്ഷോഭ കഴിഞ്ഞ് ഇപ്പോൾ ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്നും. അവർ പറയുന്നു ചില ഇന്ത്യയുടെ ഭാഗങ്ങൾ അവരുടേതാണ്, അതോടൊപ്പം തന്നെ ഇന്ത്യ ആക്രമിക്കണം, അങ്ങനെ അങ്ങനെ നിരന്തരം ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പക്ഷെ അതിന് തക്കതായ മറുപടി നൽകുന്നില്ല. കാരണം വലിയ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, ആ രീതിയിലാണ് എന്തായാലും ഇന്ത്യ കാണുന്നത്. പക്ഷെ ഇങ്ങനെ പ്രകോപനം എത്ര നാൾ മുന്നോട്ട് പോകും? പ്രകോപനം എത്ര നാൾ മുന്നോട്ട് പോലുന്നില്ല. ഈ ശ്രീധര കാര്യം കണ്ടിട്ടുണ്ട്. ഈ പൂച്ച എലിയെ പിടിക്കും, എലിയെ പിടിച്ചിട്ട് ഇവനെ ഒരു പരുവാക്കും, എന്നിട്ടിട്ട് ഇഷ്ടമുള്ള സമയം അത്രയിട്ട് തട്ടും, എന്നിട്ട് ഇങ്ങനെ ചാടും. പക്ഷേ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, വീണ്ടും ചാടും, എന്നിട്ട് ഭക്ഷിക്കും എന്ന് പറഞ്ഞാലേ ഈ ബംഗ്ലാദേശ് ഒരു കാര്യം ഉദ്ദേശിച്ച് ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചതാണ്. ആ കാര്യം ഒന്നും ആദ്യം തൊട്ടേ നടന്നിട്ടില്ല. പിന്നില്ല പറഞ്ഞതുപോലെ ഇപ്പം അതിൻ്റെ വാശിക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചില ആരോഗ്യമില്ലാത്ത കള്ളുകൂടിയന്മാർ ഷാപ്പിൽ കയറി കുടിച്ചേച്ച് വന്നിട്ട് മാന്യന്മാരുടെ വീടിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് ചീത്ത പറയത്തില്ലേ? അതാ ഇപ്പോൾ ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഇറങ്ങി ഇവനെ അടിച്ചാൽ നമുക്ക് ഇത്രയും വലിയൊരു കക്ഷി ഈ കൂറെ അടിക്കാൻ പോയി, അവനെ അടിക്കുക എന്നുള്ളതിൽ ഇവനെ നമ്മൾ തീരുമാനിച്ചാൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പം ബംഗ്ലാദേശ് പാകിസ്ഥാനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അതെ, ഇല്ലെന്ന് നമുക്ക് ഈ നമ്മൾ പലവട്ടം പറയുമ്പോൾ 70,000 പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് 30,000 പേരേ ഉള്ളൂ സായുധം എന്ന് വെച്ചാൽ പട്ടാളമായിട്ടുള്ളൂ. ബാക്കി ഓഫീസേഴ്സാണ്. 30-35,000 പേരേ ഉള്ളൂ. ഇത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നേരെ നിന്ന് നോക്കിയവന്മാർ അന്നേരം തീർന്നു. അവരാ നമ്മളെ വെല്ലുവിളി. ഇതൊക്കെ അവർക്കും അറിയാം, നമുക്കും അറിയാം, ലോകം മൊത്തം അറിയാം. പറഞ്ഞ മനസ്സിലായി. നമ്മൾ ഇതിനെ കയറി അടിച്ചിട്ട് വേണം ഈ പറഞ്ഞ അജണ്ടയായിട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കും. പക്ഷേ ബംഗ്ലാദേശ് തീർക്കുവാണ്. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നിട്ട് ഇവിടെ ഹിന്ദുക്കളെ ആക്രമിക്കേണ്ട, അതിനകത്ത് നിർത്തിക്കോണം എന്നുള്ള രീതിയിൽ പറയാനും അതിന് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് കൊടുക്കാനും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അരി തരണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പോരുന്നു. കാരണം 50,000 ടൺ അരി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക്. അവിടെ പട്ടിണിയാണ്, സംവിധാനങ്ങളെല്ലാം പോയി, വ്യവസായങ്ങളെല്ലാം നശിച്ചു, രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റിറക്ക സംവിധാനങ്ങളൊന്നുമില്ല, മതം മാത്രം തിന്നുകൊണ്ട് ജീവിക്കുക. അപ്പം ഈ രീതിയിൽ പോകുമ്പോൾ ഇപ്പം നമ്മുടെ ത്രിപുരയിലെ നേരത്തെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ നിരന്തരം ബസ് റൂട്ട് ഉണ്ടായിരുന്നു. ബസ് തടഞ്ഞു നിർത്തി അന്ന് ത്രിപുരക്കാരെ ഭയപ്പെടുത്തിയെന്ന് അന്ന് കറണ്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കറണ്ട് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പോൾ കട്ട് ചെയ്യും. അതുകൊണ്ട് 150 കോടി രൂപ കൊടുക്കാനുള്ളൂ. ഒരു രാജ്യം നമ്മുടെ ഒരു സംസ്ഥാനത്തിന്, ത്രിപുര പോലൊരു സംസ്ഥാനം, ത്രിപുര എത്ര വലുപ്പത്തിലുണ്ടെന്നുള്ള കാര്യം അറിയില്ല, എത്ര നിയമസഭ സീറ്റുണ്ട്, ആ സംസ്ഥാനം കൂടെ സഹായിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്രയ്ക്ക് ആ സംസ്ഥാനം സഹായിക്കുന്ന ഒരു രാജ്യം എന്ന് വെച്ചാൽ ആലോചിക്കുക. ത്രിപുര സഹായിച്ചിട്ട് വെട്ടം കാണുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ആ രാജ്യത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഇവനെ എങ്ങനെ കാണണം? ശ്രീത്തൊന്ന് പറ, ഇവനെ എങ്ങനെ കാണണം? അപ്പൊ അവര് കറണ്ട് കട്ട് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് നമ്മുടെ ആ ഔദ്യോഗിക ടീം ഒന്നും സാധാരണ അത്തരത്തിൽ വലിപ്പത്തിൽ കാണുന്നില്ല. ത്രിപുര മുഖ്യമന്ത്രി അവിടെ വണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ സോക്ക എടുത്തു കഴിഞ്ഞാൽ നിന്നെ നിലനിർത്തിയേക്കുന്നത് നമ്മളായിരുന്നു, നിന്റെ ആ 1971 നിനക്ക് താന്ത്രം മേടിച്ചു തരാൻ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, ഇവിടുത്തെ ആൾക്കാരെ ഇപ്പോഴും നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക, നീ കാശ് തന്നില്ലെങ്കിൽ നിനക്ക് കറണ്ട് വരുന്നുണ്ട്, നിനക്ക് വെട്ടം കാണാനുള്ള സംവിധാനമുണ്ട്, നമ്മൾ അടുത്ത ദിവസം കട്ട് ചെയ്യും. ഈ ഭാഷയിലാ ഞാൻ ഇന്ന് ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇപ്പം അവർ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാമുണ്ട്, ഇവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡാം മെയിൻ്റനൻസിന് വേണ്ടി അങ്ങ് അടയ്ക്കാൻ പോവാം. ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ വെള്ളമില്ല. കാരണം ഈ തമിഴ്നാട്ടിലേക്ക് നമ്മൾ വെള്ളം അടച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വെട്ടം ചെയ്താവുമെന്ന് പറഞ്ഞാലേ ബംഗ്ലാദേശിൽ വെള്ളം കിട്ടുന്ന സംവിധാനം ത്രിപുര അടച്ചാൽ ഇല്ല. കറണ്ടും കട്ടിയോ ഡാമും അടയ്ക്കുകയോ അപ്പോഴത്തേന് ഈ ജീവിക്കാൻ മാർഗമില്ല. ആൾക്കാർ പരസ്പരം കുത്തിച്ചാകുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം മര്യാദയ്ക്ക് പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, എന്തും സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇതിനെ ഉരുത്തിരിച്ച ആൾക്കാർക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് ഭക്ഷണം കഴിക്കാൻ അരിയില്ല, ഗോതമ്പില്ല, കറണ്ടില്ല, വെള്ളമില്ല. അതായത് ഇന്ത്യ നീങ്ങാൻ പോകുന്ന നീക്കം എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് നീങ്ങുന്നത്. കാരണം അല്ലാത്ത ഒരു അറ്റാക്കിന് വേണ്ടി ബംഗ്ലാദേശിനെ ആരുരുത്തിരിച്ചു. അതായത് ഇന്ത്യ ഇതിന് സമാനമായ രീതിയിൽ നാം മാലിയിൽ കണ്ടല്ലോ. മാലിയിൽ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ ഇന്ത്യക്കെതിരായിരുന്നു. പിന്നീട് ആ ടൂറിസം തന്നെ തകർത്ത് എല്ലാം തകർത്ത് നമ്മുടെ കാലം ഒന്നും വേണ്ടില്ല. ഇപ്പൊ ബംഗ്ലാദേശിന്റെ അവസ്ഥ അതാവാൻ പോവുക. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്താരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരും. ബംഗ്ലാദേശിനെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഉരുത്തിരിച്ച അമേരിക്കയാണ്, അല്ലെങ്കിൽ ചൈനയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അത്രത്തിൽ സഹായിക്കാൻ പറ്റും? ഇവിടുന്ന് ഉരുളൻകിഴങ്ങ് വേണ്ടാന്ന് ഇവർക്ക് ബോധമേ ഇല്ലല്ലോ. ഉരുളൻകിഴങ്ങ് വേണ്ട, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് മേടിച്ചോ. പാകിസ്ഥാൻ ഉരുളൻകിഴങ്ങ് കൊടുക്കുന്ന നമ്മളാണ്. ഇവിടുന്ന് ഉരുളൻകിഴങ്ങ് മേടിച്ച് പാകിസ്ഥാൻ അവന് കൊടുക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കും? 5 രൂപ കൂട്ടിയാൽ കൊടുക്കാനൊക്കെ ഉരുളൻകിഴങ്ങ് അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ പട്ടിണി കിടക്കും. പിന്നെ അങ്ങനെ അവൻ അരി കൊടുക്കുന്നേ.
അവൻ ആരുടെയും ഒക്കെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്തോളാം, ആരെങ്കിലും മാന്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ കാശ് മേടിക്കുന്നത് പറഞ്ഞ മനസ്സിലാവുന്നത്. അപ്പൊ ഇതേ രീതിയിലേക്ക് ഇപ്പം ഈ രീതിയിലേക്ക് അരി നമ്മൾ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തീരുമാനമായിട്ടില്ല. അരി ഈ ഗതികേടിൻ്റെ ഇടയ്ക്ക് നമ്മളെ രാവിലെ വീട്ടും വെല്ലുവിളിച്ച് അവിടെ ചെന്നപ്പോൾ കുറച്ച് അരി തരണേന്ന് പറഞ്ഞു. അത് മേടിച്ചിട്ട് നമ്മളെ ചീത്ത പറയാനാ. ഈ മനസ്സിലായി, വെള്ളം കട്ട് ചെയ്യാൻ പോവുകയാണ്, ഈ പറയുന്ന പോലെ വൈദ്യുതി കട്ട് ചെയ്യാൻ പോകണം. അപ്പൊ അദാനി പിന്നെ എക്സ്ക്യൂസ് കൊടുത്തേക്കും, അദാനി അടുത്ത് പിന്നെയും പറഞ്ഞു കാണും. അദാനി നാളെ പറയുകയാണ് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഫുള്ള് പോവും. കാരണം ഏറ്റവും കൂടുതലായിട്ട് അവിടെ വൈദ്യുതി കൊടുക്കുന്നത് അദാനിയുടേതുണ്ട്, വേറെ 1-2 കമ്പനികളുണ്ടെങ്കിലും 3/4 ഭാഗവും പോകും. അപ്പൊ പിന്നെ അവിടെ ഈ ഇരുട്ടിലേക്ക് പോകും. അപ്പം ഈ രീതിയിലേക്കാണ് ഇന്ത്യ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു രാജ്യത്തെ അരാജകത്വത്തിലേക്ക്, അതായത് ഇവനെ കൊണ്ട് തന്നെ വിളിച്ചു പറയുക ഞങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ച ആരാണ്, അല്ലെങ്കിൽ ഇപ്പൊ അവിടുന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ആ രാജ്യത്തെ വൃത്തിയായിട്ട് നയിച്ചുകൊണ്ട് പോയ ഒരു പ്രധാനമന്ത്രിയെ അവിടുന്ന് ഓടിച്ചതിന് ശേഷം അവിടെ പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുള്ളവന്മാരെ അതിനകത്ത് കലാപം ഉണ്ടാക്കി ബാക്കി ചില രാജ്യങ്ങൾ സംഭവിക്കുന്ന പോലെ ജനങ്ങളെ കൊണ്ട് ഓടിക്കുന്ന രീതിയിലേക്കുള്ള ഓപ്പറേഷൻ അവിടെ നടത്തിക്കൊണ്ടു പോവുകയാണ് ഇന്ത്യ. അതിന് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഭാഗവും റോയും ഒക്കെ വളരെ കൃത്യമായിട്ട് അതിനെ ഇടപെടുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അരാക്കൻ ആർമിയെ കൊണ്ടും മറ്റു രീതിയിൽ ഈ നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഉരുത്തിരിക്കുന്നുണ്ട്. നേരത്തെ അറിയാമല്ലോ, അവിടെ നമ്മൾ തുറന്നു വിട്ടയാണോ എന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നേരത്തെ ഒരു ഡാം തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു 3-4 ജില്ലയൊക്കെ ഒഴുകിപ്പോയി. അന്ന് പറഞ്ഞത് ഇന്ത്യ തുറന്നു വിട്ടതാണ്, ഡാം തുറന്നത്. നമ്മൾ പറഞ്ഞ് നമുക്കറിയത്തില്ല വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് വന്നത്. എന്തുവായാലും നമ്മൾ വെള്ളം തുറന്നു വിട്ടാലും അവൻ മുങ്ങും, അടച്ചാലും അവൻ മുങ്ങും. അതായത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ജലബോംബ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അതായത് ഏതർത്ഥത്തിലും നമുക്ക് ഇവനെ ഉപദ്രവിക്കാം. നമ്മളുടെ ഭാഗമായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ ഈ നമ്മുടെ ശത്രു രാജ്യങ്ങൾ തെരഞ്ഞെടുത്തതുപോലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന 4000 കിലോമീറ്റർ അതിർത്തി ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് റിസ്ക് ഉള്ളതുപോലെ നമുക്ക് അവനെ ഉപദ്രവിക്കാൻ പറ്റുന്ന പോലെ ആർക്കും പറ്റത്തില്ല. മനസ്സിലാവുന്നല്ലോ. ഇവൻ നാളെ കാലത്തെ നശിച്ച് നാരായണക്കല്ലായിട്ട് തീവ്രവാദികളുടെ ഒരു സങ്കേതമായിട്ട് മാറിയാൽ നമുക്ക് ഇത്രയും ബോർഡർ അടക്കുന്നതുകൊണ്ട് നമ്മുടെ ബോർഡർ നമുക്ക് കൂടുതൽ റിസ്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കെങ്കിലും അവനെ ഉപദ്രവിക്കാൻ പറ്റൂ. 2 രീതിയിലും അവനും പ്രശ്നമുണ്ട്, നമുക്കും പ്രശ്നമുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ബോർഡർ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ നമ്മൾ നേരത്തെ വലിയ രീതി പരിഗണിക്കാത്ത രീതി ഇനി പരിഗണിക്കാത്തൊരവസ്ഥയില്ലല്ലോ. ഈ ബോർഡർ നമ്മുടെ പാകിസ്ഥാൻ ബോർഡർ പോലെ, ഇപ്പൊ മ്യാൻമറിന്റെ ബോർഡർ പോലെ ഈ ബോർഡറും കൂടെ നമുക്ക് കൂടുതൽ കരുത്തോടു കൂടി സംരക്ഷിക്കേണ്ട രീതിയിലൊക്കെയുള്ള സംവിധാനങ്ങൾ, മതിലോ അല്ലെങ്കിൽ ഫെൻസിങ്ങോ ഒക്കെ ആക്കും. കാരണം അതും നല്ലതാണ്. ഈ മോദി വരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൽ നിന്നും ചാടിക്കയറി വരുന്ന ഇത് നമ്മുടെ ബോർഡറുകളൊക്കെ സംരക്ഷിച്ചത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. ഇന്ത്യയുടെ ബോർഡറുകൾ വളരെ ആർക്കും കയറാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്കറിയോ, എനിക്കറിയാം. എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ഒരു വലിയ മീൻ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്സുകാരുണ്ട്. ബംഗ്ലാദേശിന് മീൻ കൊണ്ടുവരുന്ന നമ്മുടെ വരമ്പേ കൂടെ പോകുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റും മീൻ. ഒരു രാജ്യത്തുനിന്ന് ഒരു രാജ്യത്തോട് കയറ്റുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ആർക്കൊക്കെ കയറി വരാൻ പറ്റും ഈ രാജ്യത്ത്? എന്തൊക്കെ നടത്താൻ പറ്റും ഈ രാജ്യത്ത്? അപ്പൊ ഇപ്പൊ പക്ഷെ നടക്കത്തില്ല. കാരണം ഇന്നലെ പാകിസ്ഥാനിലുള്ള ഒരു ഭീകരൻ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലോട്ട് കടക്കുന്നതിന് മുമ്പ് അങ്ങ് പിടിച്ചു. അവന്റെ പുറകെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം റോയും എല്ലാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. അവൻ അറിയുന്നില്ല ഇവൻ എന്തൊക്കെ ചെയ്യുന്നത് നോക്കുക. ഇവൻ വിചാരിക്കും സ്വതന്ത്രമായിട്ട് ഇവിടെ എല്ലാം കുറെ ആളുകൾ പശ്ചിമ ബംഗാളിലും ഈ ആസാം ഉൾപ്പെടെയുള്ള ബോർഡറുകളിലൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇവൻ എന്തൊക്കെ കാണിക്കുന്നുള്ള. ഇന്നലെ ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് കയറി, ആ ബോർഡർ അങ്ങോട്ട് കയറി പശ്ചിമ ബംഗ്ലാദേശിലോട്ട് കയറുന്ന നേരം അങ്ങ് പിടിച്ചു. അപ്പൊ നമ്മുടെ നിരീക്ഷണം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാറോലയം കൊണ്ട് ഇവൻ വന്നേക്കുന്നതും അവന് ഈ ഹസീനെ വേണമെന്നുണ്ടെങ്കിലും ഇതുവരെ ആ വാറോലയ്ക്കുള്ള ഹെൽപ്പ് അവനില്ലായിരുന്നു. ആ വാറോലയ്ക്ക് പുറകിലും ഈ പുതിയ ബംഗ്ലാദേശിന്റെ ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ബംഗ്ലാദേശ് നമ്മളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി ഒരു സാങ്ഷൻ ഏർപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ നമ്മളെ ലോകത്തിന്റെ ബംഗ്ലാദേശിന്റെ വിഷയം വെച്ച് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ചർച്ചയാക്കുന്നതിനും അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ അനീതി കാണിച്ചു എന്ന് വരുത്തുന്നതിനും ഒക്കെയുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആണിത്. അതായത് നയതന്ത്രബന്ധം. ഈ രാജ്യം ആ രാജ്യം കൊണ്ട് നയതന്ത്രബന്ധമുണ്ട്. എന്തോ ക്രിമിനൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം. ഈ ഷേഖ് ഹസീന ക്രിമിനലാണ്. ഷേഖ് ഹസീന ക്രിമിനലാണ്. ഇയാള് അവരുടെ ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി 10-20 കൊല്ലം ഭരിച്ച ഒരു സ്ത്രീ, 3ാമത് അധികാരത്തിൽ വന്നൊരു സ്ത്രീ, ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അവരെ അവിടുന്ന് അട്ടിമറിയിൽ കൂടി പുറത്താക്കിയിട്ട് അവരിപ്പോഴും ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സ്ത്രീ, അവർ പോയതിനു ശേഷം വ്യാജമായിട്ട് കേസുകളെല്ലാം എടുത്താൽ ഇവർ പറഞ്ഞാൽ ക്രിമിനലാവും. അങ്ങനെ ഒരു രാജ്യത്തിന് സംരക്ഷണം കൊടുത്ത ആളിനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? കൊണ്ട് കേസ് കൊടുക്കട്ടെ. ലോകത്തിൽ അല്ലെങ്കിൽ ലോക കോടതിയെ കൊണ്ട് കേസ് കൊടുക്കട്ടെ. കേസ് അവിടെ വെച്ച് പറയാമല്ലോ എപ്പോഴാണ് ഇവര് കുഴപ്പക്കാരിയായത്, ആരാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത്, അവരെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ചർച്ച ചെയ്യട്ടെ. അല്ലെങ്കിൽ ലോക കോടതി ഉണ്ടല്ലോ,
ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനമായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ ഉണ്ടല്ലോ, അവിടെ ചർച്ച ചെയ്യട്ടെ, അന്നേരം നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആ തീരുമാനത്തിനകത്ത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമല്ലോ. അപ്പം നമ്മളീ പറയുന്നത് ഇപ്പം ഇവന് പറ്റാൻ പോകുന്നത് ഗോതമ്പില്ല, അരിയില്ല, നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. രണ്ടാമത് ഇവന് വെള്ളവും അല്ലെങ്കിൽ വൈദ്യുതിയും ഒക്കെ കട്ട് ചെയ്യാനുള്ള തീരുമാനമാണ്. അതായത് ആ രാജ്യം പ്രസ്താവന ഇറക്കുമ്പോഴും ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് ചൊറിയുമ്പോഴും ഇവനെ എല്ലാ രീതിയിലും വെള്ളവും ആഹാരവും വൈദ്യുതിയും ഒന്നുമില്ലാതെ എല്ലാ രീതിയിലും പട്ടിണിക്കിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് അതിനകത്ത് ഈ അവസ്ഥയിലേക്ക് ആരാണ് ആ രാജ്യത്തെ ഉരുത്തിരിച്ചത്, ആ രാജ്യത്തെ ആ അവസ്ഥയിൽ കൊണ്ടുവന്ന ആൾക്കാർക്കെതിരെ ഭൂരിപക്ഷ ജനങ്ങളെ അണിനിരത്തി. അതായത് കണ്ടല്ലോ, സൈലന്റ് ആയിട്ടിരുന്ന ന്യൂനപക്ഷ സമുദായം പ്രകടനം നടത്തുകയും അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇസ്കോൺ സന്യാസിമാരെയൊക്കെ പിടിച്ചകത്ത് വെച്ചത്. ഇതുപോലെ അവിടുത്തെ അല്ലെങ്കിൽ ഇപ്പം ഇതിനെ ഉരുത്തിരിച്ച ഒരു പ്രതിപക്ഷവും അല്ലെങ്കിൽ ഈ പറയുന്ന മതതീവ്ര സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമി പോലെ, അതിന്റെ 4 ഇരട്ടി വലിപ്പത്തിൽ അല്ലെങ്കിൽ വളരെ വലിയ വലിപ്പത്തിൽ ഉള്ള ആൾക്കാരാണ് ഈ ഹസീനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി, അതിന്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷം. പക്ഷെ അവർ ഇതുവരെയും പ്രത്യക്ഷ സമരത്തിനകത്ത് ഇറങ്ങിയിട്ടില്ല. അതിനകത്ത് ചെറിയ ഭാഗമൊക്കെ അവിടെ ഇവിടെ സമരം നടത്തിയുള്ളൂ, അതിനെയൊക്കെ അടിച്ചു. ഇത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ നിവർത്തികേട് കൊണ്ട് റോഡിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ഇറാനിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിച്ച റോഡ് ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? ഒന്നും നടക്കത്തില്ല. ആ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ, അതായത് ആ രാജ്യത്ത് ഇന്ത്യയുടെ കഴിഞ്ഞ മാലിദ്വീപിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇപ്പൊ ശ്രീലങ്ക പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് ഞാൻ കാര്യ എല്ലാ രാജ്യത്തോടും നമുക്ക് താല്പര്യം, പക്ഷെ ഇന്ത്യ കഴിഞ്ഞുള്ള താല്പര്യമേ ചൈനയോടുള്ളൂ അല്ലെങ്കിൽ വേറെ രാജ്യത്തോടുള്ളൂ. ഈ രീതിയിൽ ഈ പറയിക്കാൻ നേപ്പാളിനെ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് ഇന്ത്യക്കെതിരെ തിരിച്ചപ്പോൾ. മാലിദ്വീപിനെ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്, ശ്രീലങ്കയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവൻ പട്ടിണി 71 ഇവൻ ഈ രാജ്യം ഉണ്ടായി. അതിനുശേഷം ആ രാജ്യത്ത് ഇതുപോലെ അരിയില്ലാതെ പട്ടിണി കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്നാൽ നമ്മൾക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ സമയത്ത് 5 രൂപ സ്റ്റാമ്പ് വിറ്റ് നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ട് കുട്ടികളെ കൊണ്ട് വിപ്പിച്ച് ആ രാജ്യത്ത് അരി മേടിക്കുന്നതിനും ആഹാരം മേടിക്കുന്നതിനും ഉള്ള സംവിധാനം ഉണ്ടാക്കി ആ രാജ്യത്തെ പട്ടിണി മാറ്റിയ ഇന്ത്യ. അന്നും പട്ടിണി കിടന്നപ്പോൾ ഈ ഇന്ത്യയുടെ മഹാരാജ്യമായിരുന്നു. നന്ദികെട്ടവന്മാരെ ഇപ്പൊ ഈ ഇന്ത്യ തള്ളി പറയുന്നത്, മൊത്തം ആൾക്കാരെ നമ്മൾ പറയുന്നില്ല. ഇന്നും ഇവൻ പട്ടിണി കിടക്കുമ്പോഴും നമ്മൾക്കെതിരെ പറയുമ്പോഴും അവൻ അരി വേണമെന്ന് പറയാൻ അല്ലെങ്കിൽ ഉറച്ചു പറയാനും നട്ടല് നിവർത്തി പറയുന്നതിനും അല്ലെങ്കിൽ ചോദിച്ചാൽ കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു രാജ്യം ഇന്നും ഇന്ത്യയുള്ളൂ. മനസ്സിലായില്ലേ? ആ ഇന്ത്യ മഹാരാജ്യത്തോടെ കളിക്കുന്നത്. പക്ഷെ കളിക്കുമ്പോൾ യൂനസിനെ കളിപ്പിക്കുന്നവർ ഓർക്കുക, ഇത് പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ കളി പഠിപ്പിച്ച ചരിത്രമാണ് ഇന്ന് ലോകത്ത് മൊത്തവും ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യ കളി പഠിപ്പിക്കാൻ ആരുടെങ്കിലും വാക്ക് കേട്ട് അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ പണി മേടിച്ച് ബംഗ്ലാദേശിന്റെ ഊപ്പാട് വരും. ജലബോംബ്, വെള്ളം പൊങ്ങിയാലും ജലബോംബ, വെള്ളം ഇല്ലേലും ജലബോംബാണെന്ന് ഇപ്പം ഇന്ത്യ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് വാറോല വെച്ചതിന് തിരിച്ച് മുട്ടൻ പണിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ.